أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد السلام عليكم ورحمة الله وبركاته. ഇന്നത്തെ ദർസിൻ്റെ വിഷയം ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ്. 1,24,000 പ്രവാചകന്മാർ ലോകത്തേക്ക് വന്നതായി പറയപ്പെടുന്നു. എന്നാൽ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹുവിൻ്റെ പക്കലുള്ള ഏറ്റവും ഉയർന്ന ആത്മീയ പദവി അത് മനസ്സിലാക്കുന്നതിന് ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അള്ളാഹുവും മലക്കുകളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെക്കുറിച്ച് പറയുകയും എല്ലാ സത്യവിശ്വാസികളെയും അദ്ദേഹത്തിൽ സ്വലാത്ത് ചൊല്ലാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെക്കുറിച്ച് മാത്രമാണ്. ഇത് സംബന്ധമായി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലസീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിശ്ചയമായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും ഈ പ്രവാചകനിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അനുഗ്രഹം ആശംസിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളും അദ്ദേഹത്തിൽ സ്വലാത്ത് ചൊല്ലുകയും പൂർണ്ണമായി സലാം നേരുകയും ചെയ്യുക. അതായത് അനുഗ്രഹവും ശാന്തിയും സമാധാനവും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ആയത്തിൽ നിന്നും 2-3 കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന്, അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലുന്നതിനെ ഈമാനിൻ്റെ അടയാളമായി കണക്കാക്കിയിരിക്കുന്നു. അതിനാൽ ഓരോ സത്യവിശ്വാസിയും തൻ്റെ പ്രവൃത്തിയിലൂടെ ഈ അടയാളം പ്രകടിപ്പിക്കേണ്ടത് നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ മനുഷ്യന് ദൈവത്തോടും മലക്കുകളോടുമൊപ്പം ചേരാനുള്ള ബഹുമതി ലഭിക്കുന്നു. കാരണം അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലുന്നതിനെ തൻ്റെയും തൻ്റെ മലക്കുകളുടെയും പ്രവൃത്തിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മൂന്നാമതൊരു കാര്യം, നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ സ്വലാത്ത് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതിനെയും വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച പദം സ്വലാത്ത് എന്നുള്ളത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഈ പേരിലൂടെയും സ്വലാത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാണ്. നിസ്സംശയം ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരാശിയോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിച്ച വ്യക്തിയാണ്. ഓരോ കാരുണ്യവും ഓർത്തുകൊണ്ട് നന്ദി രേഖപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്. സ്വലാത്ത് ചൊല്ലുന്നത് യഥാർത്ഥത്തിൽ ഈ നന്ദി പ്രകടനമാണ്. അതിനാൽ ഈ വീക്ഷണത്തിലും സ്വലാത്ത് ചൊല്ലുന്നത് വളരെ അത്യാവശ്യമാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ അത്രയേറെ പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് അല്ലാഹു തആല എന്നേക്കുമായി ഭാവിയിലുള്ള ആളുകൾ നന്ദി പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ സ്വലാത്ത് ചൊല്ലണം എന്ന കൽപ്പന നൽകി. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സഹാബിക്ക് എഴുതിയ കത്തിൽ പറയുകയാണ്, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നതിൽ വളരെയധികം ശ്രദ്ധാലുവായിരിക്കുക. ഒരാൾ തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി എങ്ങനെയാണോ യഥാർത്ഥത്തിൽ അനുഗ്രഹം ആഗ്രഹിക്കുന്നത്, അതുപോലെ അതേ ആഗ്രഹത്തോടും ആത്മാർത്ഥതയോടും കൂടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അനുഗ്രഹം തേടുക. വളരെയധികം വിനയത്തോടെ അത് തേടുക. ഈ വിനയത്തിലും ദുആയിലും യാതൊരു കൃത്രിമവും ഉണ്ടാവാൻ പാടില്ല. പകരം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് യഥാർത്ഥ സൗഹൃദവും സ്നേഹവും ഉണ്ടായിരിക്കണം. ആത്മാവിൻ്റെ സത്യസന്ധതയോടെ സ്വലാത്തിൽ പരാമർശിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി തേടണം. വ്യക്തിപരമായ സ്നേഹം ഉണ്ടെന്നതിനുള്ള അടയാളം മനുഷ്യൻ അതിൽ ഒരിക്കലും ക്ഷീണമോ മടുപ്പോ ഉണ്ടാവില്ല. കൂടാതെ ഭൗതിക താൽപ്പര്യങ്ങൾ ഒന്നും അതിൽ ഉണ്ടായിരിക്കരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെടാൻ വേണ്ടി മാത്രമായി സ്വലാത്ത് ചൊല്ലുക. ഈ സ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ സ്വലാത്ത് ചൊല്ലേണ്ടത്, അപ്പോഴുണ്ടാകുന്ന നമ്മുടെ കൈഫിയത്ത്, നമ്മുടെ അവസ്ഥ എന്തായിരിക്കണമെന്ന്. ഒരിക്കൽ ഹസ്രത്ത് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഒരിക്കൽ ഒരു ഗ്രാമീണനായ ഒരു അറബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് വന്ന് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ഖിയാമത്ത് എപ്പോഴാണ് വരിക എന്ന്. അപ്പോൾ ഉടനെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കൾ അതിനുള്ള എന്ത് തയ്യാറെടുപ്പാണ് നടത്തിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഹുബ്ബുല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹം മാത്രം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മഅമൻ അഹ്ബബ്ത, നിനക്ക് ആരോടാണോ സ്നേഹമുള്ളത് നീ അവരോട് കൂടെയായിരിക്കും. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടുള്ള സ്നേഹം, അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള സ്നേഹം, അത് നമ്മളെ ആത്മീയമായി ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സല്ല അലയ്യ വാഹിദൻ സല്ലല്ലാഹു അലൈഹി അശ്റൻ, ആരെങ്കിലും എന്നിൽ ഒരു തവണ സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവനിൽ 10 തവണ അനുഗ്രഹം വർഷിക്കുന്നു. ഈ സുവാർത്ത കൊണ്ടും സലാത്ത് ചൊല്ലുന്നതിൻ്റെ ശ്രേഷ്ഠത വ്യക്തമാണ്. ഓർക്കുക, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളുടെയും പ്രതിഫലത്തിൽ നിയ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിയ്യത്തിന് എത്രത്തോളം ആത്മാർത്ഥതയും അതേപോലെ തന്നെ സ്നേഹവും വ്യാപ്തിയുമുണ്ടോ അത് അനുസരിച്ചു കൊണ്ടായിരിക്കും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലവും. ഹദ്റത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അദ്ദേഹം ഹദ്റത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടു, നിങ്ങൾ ഈ ബാങ്ക് വിളിക്കുന്ന വ്യക്തി മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്ന അതേ വാക്കുകൾ നിങ്ങളും ആവർത്തിക്കുക. പിന്നീട് എന്നിൽ സ്വലാത്ത് ചൊല്ലുക. ആരെങ്കിലും എന്നിൽ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല അവനിൽ 10 ഇരട്ടി അനുഗ്രഹങ്ങൾ വർഷിക്കും. എന്നിട്ട് റസൂൽ തിരുമേനി പറഞ്ഞു, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് വസീലത്ത് ചോദിക്കുക. അത് സ്വർഗത്തിലെ പദവികളിൽ ഒന്നാണ്. അത് അള്ളാഹുവിൻ്റെ അടിമകളിൽ ഒരാൾക്ക് ലഭിക്കുന്നതാണ്. അത് ഞാൻ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് വസീലത്ത് ചോദിച്ചാൽ അവന് വേണ്ടി ശുപാർശ, ഷഫാഅത്ത് അനുവദനീയമാകും. ഹദ്റത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ജനങ്ങളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ അവരിൽ വെച്ച് എന്നിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവനായിരിക്കും. വീണ്ടും ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരം പറഞ്ഞു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി അറുദ്ദു അലൈഹിസ്സലാം. ആരെങ്കിലും എന്നിൽ സലാം ചൊല്ലിയാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും എന്നിൽ സലാം ചൊല്ലിയാൽ അതിന് മറുപടി നൽകാൻ വേണ്ടി അള്ളാഹു എൻ്റെ റൂഹിനെ എന്നിലേക്ക് തിരികെ നൽകുമെന്ന്. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ സലാം ചൊല്ലുന്നവർക്ക് ആ സ്വലാത്തിൻ്റെ പ്രതിഫലവും പുണ്യവും ലഭിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം സലാം ചൊല്ലുന്നത് പോലെ അല്ലെങ്കിൽ സ്വലാത്ത് മടക്കി നൽകുന്നത് പോലെയായിരിക്കും അത്. ഹദ്റത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഞാൻ ഒരു തവണ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്ന് ചോദിച്ചു, എൻ്റെ ദുആയുടെ എത്ര ഭാഗം അങ്ങേക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കണം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കിഷ്ടമുള്ള അത്ര. ഞാൻ പറഞ്ഞു 4/1. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര, അതിലും കൂടുതൽ ചെയ്താൽ കൂടുതൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞു, പകുതി ഭാഗം. തിരുനബി പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര, അതിലും വർദ്ധിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് കൂടുതൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞു, 2/3 ഭാഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര, അതിലും കൂടുതൽ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞു, ഇനി മുതൽ എൻ്റെ ദുആ മുഴുവനും
എൻ്റെ ദുആ മുഴുവനും അങ്ങേക്ക് വേണ്ടി ഞാൻ പ്രത്യേകമാക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി തിരുമേനി പറഞ്ഞു, എങ്കിൽ അതിൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളും. അള്ളാഹു നിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരും, നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി തരും. ഈ ഹദീസിൽ നിന്നും സലാത്ത് നമുക്ക് വേണ്ടിയുള്ള ദുആ കൂടിയാണ് എന്ന് വ്യക്തമാണ്. ഹദ്റത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ചില മലക്കുകളുണ്ട്, അവർ ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്നതാണ്. അവർ എൻ്റെ ഉമ്മത്തിൻ്റെ സലാം എന്നിലേക്ക് എത്തിച്ചു തരും. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നതിനെ സംബന്ധിച്ച്, അതിൻ്റെ യുക്തിയെ സംബന്ധിച്ച്, അതിൻ്റെ ഹിക്മത്തിനെ സംബന്ധിച്ച് എടുത്തു പറയുന്നു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റൊരാളുടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ലെങ്കിൽ പോലും ഇതിൽ വളരെ ഗഹനമായ ഒരു രഹസ്യമുണ്ട്. ആരെങ്കിലും വ്യക്തിപരമായ സ്നേഹത്തോടെ ഒരാൾക്ക് റഹ്മത്തും ബർക്കത്തും ആഗ്രഹിക്കുമ്പോൾ ആ സ്നേഹബന്ധം കാരണം അവർ ആ വ്യക്തിയുടെ ഒരവയവമായി മാറുന്നു. അതിനാൽ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്ന അനുഗ്രഹം ദുആ ചെയ്യുന്ന ആൾക്കും ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അനന്തമായതിനാൽ വ്യക്തിപരമായ സ്നേഹത്തോടെ ദുരൂദ് ചെല്ലുന്നവർക്ക്, സ്വലാത്ത് ചെല്ലുന്നവർക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അനന്തമായ അനുഗ്രഹങ്ങളിൽ നിന്നും പങ്ക് ലഭിക്കുന്നു. ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്യദഹുല്ലാഹു തആല ബിൻ അസീസ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ മോശമായ രീതിയിൽ ആക്ഷേപങ്ങളുടെ കൊടുങ്കാറ്റ് വീശുന്ന ഇക്കാലത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ തീർച്ചയായും അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടാകും. തിരുനബിയുടെ പ്രേമിയും ദാസനുമായ വ്യക്തിയുമായി തങ്ങളെ ബന്ധപ്പെടുത്തിയ അഹ്മദിയ ജമാഅത്തിൽപ്പെട്ടവരുടെ കർത്തവ്യം നമ്മുടെ പ്രാർത്ഥനകളെ സ്വലാത്തിൽ അലിയിച്ചു ചേർക്കുക എന്നതാണ്. ആത്മാർത്ഥമായ സ്വലാത്ത് അന്തരീക്ഷത്തിൽ അത്രയധികം പരത്തുക, അതുവഴി അന്തരീക്ഷത്തിലെ ഓരോ കണികയും സലാത്ത് കാരണം സുഗന്ധപൂരിതമാകട്ടെ. നമ്മുടെ എല്ലാ ദുആകളും ഈ സലാത്തിൻ്റെ മാധ്യമത്തിലൂടെ അള്ളാഹുവിൻ്റെ ദർബാറിൽ എത്തിച്ചേർന്ന് സ്വീകരിക്കപ്പെടുന്നതായി തീരട്ടെ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവിടുത്തെ കുടുംബത്തോടും നമുക്ക് ഉണ്ടായിരിക്കേണ്ട സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പ്രകടനം. ഖുത്ബ മസ്റൂർ വോള്യം 4 പേജ് 115. ഒരിക്കൽ ഒരു സഹാബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ താങ്കൾക്ക് സലാം പറയുന്നു, അത് ഞങ്ങൾക്കറിയാം, പക്ഷേ താങ്കൾക്ക് എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്താണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഈ സ്വലാത്ത് നമ്മൾ കൂടുതലായി ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.